പ്രീതികർത്ത സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മള് ഇന്ത്യ ചരിത്രത്തില് ഇന്നേ ദിവസം പിടിച്ചുറപ്പിക്കുന്നത് നിയമലംഘന പ്രസ്ഥാനമാണ്. അഖിലേന്ത്യാ തലത്തിൽ നടത്തപ്പെട്ട ആദ്യ സമരമാണ് നിസ്സഹകരണ പ്രസ്ഥാനം. പക്ഷേ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ സമരം 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് 1922 ഫെബ്രുവരി മാസം 12 പിൻവലിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന 1929 ഇർവിൻ പ്രഭുവിന്റെ ദീപാവലി പ്രഖ്യാപനം ഇന്ത്യക്ക് പുത്രികാരാജ്യ പദവി നൽകാമെന്നായിരുന്നു ആ വാഗ്ദാനം. അതിനെ എതിർത്തുകൊണ്ട് 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ ഞങ്ങൾക്ക് ബ്രിട്ടന്റെ ആധിപത്യത്തിന് കീഴിലുള്ള ഒരു ഭരണമല്ല വേണ്ടത്, മറിച്ച് പൂർണ്ണമായ സ്വാതന്ത്ര്യം, പൂർണ്ണ സ്വരാജ് ആവശ്യപ്പെടുകയും ചെയ്തു. ഒരുപക്ഷെ പൂർണ്ണ സ്വരാജ് ബ്രിട്ടീഷുകാർ നൽകിയില്ലെങ്കിൽ അതിശക്തമായി നിലവിലുള്ള ബ്രിട്ടീഷുകാര് ഇന്ത്യക്കാർ അനുസരിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ച നിയമങ്ങൾ ലംഘിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. അതാണ് നിയമലംഘന പ്രസ്ഥാനം. ലക്ഷ്യമിതാണ്, നിലവിലുള്ള നിയമങ്ങൾ ലംഘിക്കുക. അഖിലേന്ത്യാ തല സമരമാണ് ലക്ഷ്യമിട്ടത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഒട്ടാകെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ലംഘിക്കാൻ സാധ്യതയുള്ള ഉപ്പ് നിയമം ലംഘിക്കുന്നത് ആദ്യ സമരമായി സ്വീകരിക്കുകയും ചെയ്തു. അപ്പോ നിയമലംഘന പ്രസ്ഥാനത്തിലെ ആദ്യ സമരമായിട്ടാണ് നമ്മൾ എന്തിനെ കണക്കാക്കുക? ഉപ്പ് സത്യാഗ്രഹത്തെ കണക്കാക്കുക. നമുക്ക് ആരംഭിച്ചാലോ? യെസ്, ദീപാവലി പ്രഖ്യാപനത്തിൽ നിന്ന്. ദീപാവലി പ്രഖ്യാപനം നടക്കുന്നത് 1929 ആരാണ്? ഇർവിൻ പ്രഭുവാണ്. എന്തായിരുന്നു ഉള്ളടക്കം? ഇന്ത്യക്ക് പുത്രികാരാജ്യപദവി നൽകും, ഇന്ത്യക്ക് ഡൊമിനിയൻ സ്റ്റേറ്റസ് നൽകുമെന്നതാണ്. അതായത് ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിൽ ഇന്ത്യക്ക് ഭരിക്കുവാനുള്ള, ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഭരണസമിതി രൂപീകരിക്കും, ഒരു ഗവൺമെന്റ് രൂപീകരിക്കും. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എതിർത്തുകൊണ്ട് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തി. ഏത് സമ്മേളനത്തിൽ? 1929 നടന്ന ലാഹോറിൽ വെച്ച് നടന്ന വാർഷിക സമ്മേളനത്തിൽ. അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഓക്കെ അല്ലേ? അപ്പോ ദീപാവലി പ്രഖ്യാപനം എന്ന 1929 പ്രഖ്യാപിച്ചത് അപ്പോഴത്തെ ഇന്ത്യയുടെ വൈസ്രോയായി സേവനം ചെയ്യുകയായിരുന്ന ഇർവിൻ പ്രഭുവാണ്. എന്തായിരുന്നു ദീപാവലി പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ? ഇന്ത്യക്ക് പുത്രികാരാജ്യ പദവി നൽകും എന്ന് വാഗ്ദാനം ചെയ്തു. ഇതിനെ എതിർത്തുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തി 1929 ലാഹോർ സമ്മേളനത്തിൽ. അതിന്റെ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ രണ്ടാമത്തെ അഖിലേന്ത്യാ സമരമാണ്. രണ്ടാമത്തെ അഖിലേന്ത്യാതല സമരമാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം. എന്തായിരുന്നു ലക്ഷ്യം? ജനവിരുദ്ധമായ ബ്രിട്ടീഷ് നിയമങ്ങൾ ലംഘിക്കുക. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചത് 1929 ലാഹോർ സമ്മേളനത്തിലാണ്. അത് പ്രകാരം സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത് 1930 മാർച്ച് 2 അതിന്റെ ഭാഗമായി നടന്ന പ്രധാന സമരമായിരുന്നു ഉപ്പ് നിയമം ലംഘിച്ചുകൊണ്ടുള്ള ഉപ്പ് സത്യാഗ്രഹം. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ബ്രിട്ടീഷ് ഇന്ത്യയില് ഉപ്പ് നിയമം പാസാക്കിയത് എന്നാണ്? ആ ഉപ്പ് നിയമം ലംഘിച്ചുകൊണ്ടുള്ളതാണ് നിയമലംഘന പ്രസ്ഥാനത്തിലെ പ്രധാന സമരമായ ഉപ്പ് സത്യാഗ്രഹം. ഉപ്പ് നിയമം ഉപ്പ് നിയമം ബ്രിട്ടീഷുകാർ പാസാക്കിയതെന്ന് എന്ന് ചോദിച്ചാൽ 1878 ലിട്ടൺ പ്രഭുവിന്റെ കാലഘട്ടത്താണ്. ഉപ്പിന് അധിക നികുതി ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. ഈ ഉപ്പ് നിയമത്തെ ലംഘിക്കുക എന്നതായിരുന്നു ഉപ്പ് സത്യാഗ്രഹം കൊണ്ട് ഉദ്ദേശിക്കുക. ഓക്കെ, അബദ്ധത്തിൽ നമ്മൾ ചിലപ്പോൾ വിചാരിച്ചേക്കും ഉപ്പ് നിയമം പാസ്സാക്കിയത് 1930 അല്ല. ഉപ്പ് നിയമം 1878 ലിട്ടൺ പ്രഭു വൈസ്രോയി ആയിരുന്ന കാലഘട്ടത്ത് ഏർപ്പെടുത്തിയതായിരുന്നു. ആ ഉപ്പ് നിയമം ലംഘിക്കാൻ തീരുമാനിച്ചത് സിവിൽ നിയമലംഘന പ്രസ്ഥാന കാലഘട്ടത്തിൽ. ഓക്കെ, അപ്പോ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത് 1930 മാർച്ച് 2 പ്രധാന സമരം എന്ന് പറയുന്നത് ഉപ്പ് സത്യാഗ്രഹമാണ്. ഈ വേളയിലാണ് ബ്രിട്ടീഷുകാർ വട്ടമേശ സമ്മേളനം വിളിച്ചു ചേർത്തത് അല്ലെ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനമായും പഠിച്ചത് വട്ടമേശ സമ്മേളനങ്ങളായിരുന്നു. ആധികാരികമായി തന്നെ പഠിച്ചുറപ്പിച്ചു അല്ലെ? അവിടെ നമ്മൾ പറഞ്ഞു, ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ ഗാന്ധിജിയോ പങ്കെടുക്കാത്തത് കൊണ്ട് അതിനെ പരാജയമായിട്ടാണ് ഇന്ത്യക്കാർ കണക്കാക്കുക. തുടർന്ന് ഇന്ത്യയിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പങ്കാളിത്തത്തിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയുടെ വൈസ്രോയി ആയ ഇർവിൻ പ്രഭുവിനോട് വേണ്ട ക്രമീകരണം ചെയ്യാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ഇർവിൻ പ്രഭു എന്ത് ചെയ്തു? ഗാന്ധിജിയുമായി ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ചു.
നമ്മൾ പഠിച്ചിരുന്നു ഗാന്ധി ഇർവിൻ ഉടമ്പടി. ഈ ഗാന്ധി ഇർവിൻ ഉടമ്പടി അനുസരിച്ച് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പങ്കെടുക്കാം. അവിടെ ഗാന്ധിജിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ആവശ്യപ്പെട്ടത് ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിൽ നിന്നുള്ള പൂർണ്ണ പിൻവാങ്ങലായിരുന്നു. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുവാനോ അത് അംഗീകരിക്കുവാനോ ബ്രിട്ടീഷുകാർ തയ്യാറായില്ല. അതേ തുടർന്ന് ഇർവിൻ പ്രഭുവുമായി ബന്ധപ്പെട്ട് ഗാന്ധി ഇർവിൻ ഉടമ്പടി അഥവാ ഡൽഹി ഉടമ്പടി ഒപ്പുവെച്ചതിനെ തുടർന്ന് നമ്മുടെ ഈ നിയമലംഘന പ്രസ്ഥാനം താൽക്കാലികമായി എന്ത് ചെയ്തിരുന്നു? റദ്ദ് ചെയ്തിരുന്നു. തുടർന്ന് രണ്ടാം വട്ടമേശ സമ്മേളനം പരാജയപ്പെട്ടത് കൊണ്ട് വീണ്ടും നിയമലംഘന പ്രസ്ഥാനം എന്ത് ചെയ്തു? 1932 പുനരാരംഭിക്കുകയും ചെയ്തു. അത് നമ്മളവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലെ. അപ്പോ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഗാന്ധി ഇർവിൻ ഉടമ്പടി അഥവാ ഡൽഹി ഉടമ്പടി ഒപ്പുവെച്ചത് പ്രകാരം ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനം താൽക്കാലികമായി നിർത്തിവെക്കുകയും രണ്ടാം വട്ടമേശ സമ്മേളനത്തിന്റെ പരാജയത്തോടുകൂടി സിവിൽ നിയമലംഘന പ്രസ്ഥാനം പുനരാരംഭിക്കുകയും ചെയ്തു. ഒടുവില് ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനം പൂർണ്ണമായി പിൻവലിച്ചത് എന്നായിരുന്നു 1934 മാർച്ച് മാസം 5-ാം തീയതി. ക്ലിയർ ആണേ? ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ രണ്ടാമത്തെ അഖിലേന്ത്യാ സമരം. ലക്ഷ്യം ജനവിരുദ്ധമായ ബ്രിട്ടീഷ് നിയമങ്ങൾ ലംഘിക്കുക. നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചത് 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനത്തിൽ. അത് പ്രകാരം സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത് 1930 മാർച്ച് 2-ാം തീയതി. അതിന്റെ ഭാഗമായി നടന്ന പ്രധാന സമരം എന്ന് പറയുന്നത് ഉപ്പ് സത്യാഗ്രഹവുമാണ്. ആത്യന്തികമായി ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കപ്പെടുന്നത് 1934 മാർച്ച് 2. ഇടയ്ക്ക് താൽക്കാലികമായി ഗാന്ധി ഇർവിൻ ഉടമ്പടിക്ക് ശേഷം പിൻവലിച്ചുവെങ്കിലും 1932 അത് പുനരാരംഭിക്കുകയും ചെയ്തു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉപ്പ് സത്യാഗ്രഹത്തെ കുറിച്ചാണ്. ഓക്കെ, ഉപ്പ് സത്യാഗ്രഹം. സബർമതി മുതൽ ഗാന്ധിജിയുടെ ആശ്രമമാണ് സബർമതി, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. സബർമതി മുതൽ ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറം വരെയായിരുന്നു സത്യാഗ്രഹ ജാഥ സംഘടിപ്പിച്ചത്. 385 കിലോമീറ്റർ ദൂരം അഥവാ 240 മൈൽ ദൂരം കാൽനടയായി സമര പ്രവർത്തകര് ജാഥ സംഘടിപ്പിച്ചു. ജാഥ ആരംഭിച്ചത് 1930 മാർച്ച് മാസം 12-ാം തീയതി. 385 കിലോമീറ്റർ അഥവാ 240 മൈൽ ദൂരം സഞ്ചരിച്ച് ദണ്ഡിക്കടപ്പുറത്ത് എത്തിച്ചേർന്നത് 1930 ഏപ്രിൽ മാസം 5-ാം തീയതി. തുടർന്ന് പിറ്റേ ദിവസം 1930 ഏപ്രിൽ 6-ന് സ്വയം ഉപ്പ് നിർമ്മിച്ചുകൊണ്ട് ഉപ്പ് നിയമം ലംഘിച്ചു. ഓക്കെ, ഉപ്പിന് നികുതി കൊടുക്കണമെന്നതാണ്. ഉപ്പ് സ്വയം നിർമ്മിച്ച് ഉപയോഗിച്ചാൽ എന്ത് വേണ്ട? നികുതി വേണ്ടല്ലോ. അങ്ങനെ ഉപ്പ് നിയമം ലംഘിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 1930 ഏപ്രിൽ 6-ാം തീയതി ഉപ്പ് നിർമ്മിക്കുകയും ഉപ്പ് നിയമം ലംഘിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഉപ്പ് സത്യാഗ്രഹ ജാഥ ഏതോട്ട് ഇതുവരെ സബർമതി ആശ്രമം മുതൽ ദണ്ഡി കടപ്പുറം വരെ 385 കിലോമീറ്റർ അഥവാ 240 മൈൽ ദൂരം സമരഭടന്മാർ കാൽനടയായി സഞ്ചരിച്ചു. ജാഥ ആരംഭിച്ചത് 1930 മാർച്ച് 12-ന്. ദണ്ഡിക്കടപ്പുറത്ത് എത്തിച്ചേർന്നത് 1930 ഏപ്രിൽ 5. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പ് നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ 6-ാം തീയതി. ഈ സമരം ആരംഭിച്ചപ്പോൾ ആദ്യം സ്ത്രീകളെ പങ്കെടുപ്പിക്കേണ്ട ഒരു തീരുമാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വീകരിച്ചത്. ആ സാഹചര്യത്തിൽ കമലാദേവി ചതോപാധ്യായ ഗാന്ധിജിയെ കാണുകയും സ്ത്രീകളെ സമരത്തിൽ പങ്കെടുപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കണമെന്നത് സ്ത്രീകളുടെ അവകാശമാണ്. അത് ഒഴിവാക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ മാറ്റി നിർത്താൻ പാടില്ല. അങ്ങനെ കമലാദേവി ചതോപാധ്യായ എന്ന വ്യക്തി ഗാന്ധിജിയോട് ആവശ്യപ്പെട്ടത് പ്രകാരമായിരുന്നു ഈ ഉപ്പ് സത്യാഗ്രഹത്തിൽ സ്ത്രീകളെ പങ്കെടുപ്പിക്കുക. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിവേചനം കാരണം മാറ്റി നിർത്തിയതല്ല. ഒരുപക്ഷെ ഈ സമരത്തെ ബ്രിട്ടീഷുകാരെ അടിച്ചമർത്തി കഴിഞ്ഞാൽ അത് ദൂരവ്യാപകമായ അക്രമങ്ങൾക്കും പ്രത്യാഘാതങ്ങൾക്കും വഴിയൊരുക്കും. അതിൽ നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. പക്ഷേ കമലാദേവി പറഞ്ഞു, എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും സ്വാതന്ത്ര്യം നേടിയെടുക്കുവാൻ ഞങ്ങളും കൂടെയുണ്ട്, ഞങ്ങളെ മാറ്റി നിർത്തരുത്. അങ്ങനെ സ്ത്രീകളെ ഉപ്പ് സത്യാഗ്രഹത്തിന്
പങ്കെടുപ്പിക്കണമെന്ന് ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സോഷ്യലിസ്റ്റ് പ്രവർത്തകയാണ് ആരാ? കമലാദേവി ചതോപാധ്യായ എന്ന് പറയുക. മനസ്സിലായോ? ക്ലിയർ ആണേ? ഇനി അടുത്ത നമ്മൾ പറയുന്നു ഗാന്ധിജിയും 78 സമരഭടന്മാരുമാണ് ഈ ഉപ്പ് സത്യാഗ്രഹ ജാഥയിൽ പങ്കെടുത്തത്. നമ്മൾ പറഞ്ഞു 78 സമരഭടന്മാരും ഗാന്ധിജി. അപ്പൊ ഉപ്പ് സത്യാഗ്രഹത്തിൽ ആകെ എത്ര പേരാണ്? 79 പേര്. ഗാന്ധിജിയോടൊപ്പം എത്ര പേരാണ്? 78 പേര്. PSC ഏത് ചോദ്യമാണോ ചോദിക്കുന്നത് അതനുസരിച്ച് ഉത്തരം നൽകാനായിട്ട് ശ്രമിക്കുക. ഉപ്പ് സത്യാഗ്രഹത്തിൽ ആകെ എത്ര പേരെന്ന് ചോദിച്ചാൽ 79 എന്ന് പറയണം. ഗാന്ധിജിയോടൊപ്പം എത്ര പേരെന്ന് ചോദിച്ചാൽ 78 പേര്. ഉപ്പ് നിയമം ലംഘിച്ചുകൊണ്ട് ഉപ്പ് നിർമ്മിക്കുന്നതിന് ആദ്യ നേതൃത്വം നൽകിയത് ഗാന്ധിജിയായിരുന്നു. ബ്രിട്ടീഷുകാർ ഗാന്ധിജി അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ രണ്ടാമത് നേതൃത്വം നൽകിയത് ഗുജറാത്ത് ഗാന്ധി എന്ന പരിണാമത്തിൽ അറിയപ്പെടുന്ന അബ്ബാസ് തിയാബ്ജി. തുടർന്ന് അബ്ബാസ് തിയാബ്ജിയും അറസ്റ്റ് ചെയ്യപ്പെട്ടു. അബ്ബാസ് തിയാബ്ജി അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ഈ ഉപ്പ് സത്യാഗ്രഹത്തിന് മൂന്നാമത് നേതൃത്വം നൽകിയത് സരോജിനി നായിഡുവുമാണ്. ഉപ്പ് നിയമം ലംഘിക്കുക ഏപ്രിൽ 6 തീയതിയാണ് ഉപ്പ് നിയമം ലംഘിച്ചു തുടങ്ങുന്നത്. ഉപ്പ് നിയമം ലംഘിക്കുവാൻ ആദ്യ നേതൃത്വം നൽകിയത് ഗാന്ധിജിയായിരുന്നു. ഗാന്ധിജി അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ നേതൃത്വം ഏറ്റെടുത്തത് ഗുജറാത്ത് ഗാന്ധി എന്ന പരിണാമത്തിൽ അറിയപ്പെടുന്ന അബ്ബാസ് തിയാബ്ജി. അബ്ബാസ് തിയാബ്ജി അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ തുടർന്ന് നേതൃത്വം ഏറ്റെടുത്തത് മൂന്നാമത് സരോജിനി നായിഡുവുമാണ്. ഗാന്ധിജിയെ തടവിലാക്കിയത് പൂനെയിലെ ഏർവാദ ജയിലിൽ. PSC ചോദിക്കാറുണ്ട് ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് അറസ്റ്റിലായ ഗാന്ധിജിയെ തടവിൽ പാർപ്പിച്ചത് എവിടെ? പൂനെയിലെ ഏർവാദ ജയിലില്. ഈ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത കാര്യമാണ് നമ്മൾ ഇവിടെ പറഞ്ഞല്ലേ. ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ട നേതാവ് ഗാന്ധിജി, തുടർന്ന് അബ്ബാസ് തിയാബ്ജി ഏറ്റെടുത്തു, ആ നേതാവിനെയും അറസ്റ്റ് ചെയ്തു, തുടർന്ന് സരോജിനി നായിഡു ഏറ്റെടുത്തു. എന്നാൽ ഈ സമരഭടന്മാരിൽ ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ടത് ആര് എന്ന് ചോദിച്ചാൽ സമരഭടന്മാരിൽ ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി സർദാർ വല്ലഭായ് പട്ടേലും സമരഭടന്മാരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ വനിത എന്ന് പറയുന്നത് രുക്മിണി ലക്ഷ്മിപതിയുമാണ്. ഓക്കെ, സമരഭടന്മാരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആദ്യ വനിത രുക്മിണി ലക്ഷ്മിപതി. സമരഭടന്മാരിൽ ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി സർദാർ വല്ലഭായ് പട്ടേൽ. ഉപ്പ് സത്യാഗ്രഹ നേതാക്കളിൽ ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഗാന്ധിജി, തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടത് അബ്ബാസ് തിയാബ്ജി, അത് കഴിഞ്ഞതിന് ശേഷം സരോജിനി നായിഡു. ക്ലിയർ? മറക്കില്ലല്ലോ. അപ്പൊ ഗാന്ധിജിയും 78 സമരഭടന്മാരുമാണ് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുക ദണ്ഡി കടപ്പുറത്ത്. നേതൃത്വം വഹിച്ചത് ആദ്യം ഗാന്ധിജി അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ഗുജറാത്ത് ഗാന്ധി എന്നറിയപ്പെടുന്ന അബ്ബാസ് തിയാബ്ജി നേതൃത്വം നൽകി. അബ്ബാസ് തിയാബ്ജി അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ തുടർന്ന് സരോജിനി നായിഡു. അറസ്റ്റ് ചെയ്യപ്പെട്ട ഗാന്ധിജിയെ തടവിൽ പാർപ്പിച്ചത് എവിടെയാണ്? മറക്കരുത്. കൃത്യമായി PSC ഒരുപാട് തവണ ആവർത്തിച്ചിട്ടുണ്ട്. പൂനെയിലെ ഏർവാദ ജയിലില്, അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലെ ഏർവാദ ജയിലില്. സമരഭടന്മാരിൽ ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ടത് സർദാർ വല്ലഭായ് പട്ടേലും അറസ്റ്റ് ചെയ്യപ്പെട്ട ആദ്യ വനിത എന്ന് പറയുന്നത് രുക്മിണി ലക്ഷ്മിപതിയുമാണ്. ക്ലിയർ ആണേ? ഇതുവരെയുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ റിവിഷൻ ചെയ്തിട്ട് തുടർന്ന് നമുക്ക് പഠിക്കാം. ദീപാവലി പ്രഖ്യാപനം 1929 ഇർവിൻ പ്രഭുവിന്റെ ദീപാവലി പ്രഖ്യാപനം. ഇന്ത്യക്ക് പുത്രികാരാജ്യപദവി നൽകാം എന്നായിരുന്നു വാഗ്ദാനം. ഇതിനെ ശക്തമായി എതിർത്തുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തി 1929 ലാഹോർ സമ്മേളനം. അതിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഈ പൂർണ്ണ സ്വരാജ് തന്നെയാണ് വട്ടമേശ സമ്മേളനങ്ങളിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ രണ്ടാമത്തെ അഖിലേന്ത്യാ സമരം. ലക്ഷ്യം ജനവിരുദ്ധമായ ബ്രിട്ടീഷ് നിയമങ്ങൾ ലംഘിക്കുക. ഏതൊക്കെ നിയമങ്ങൾ ലംഘിക്കാൻ കഴിയുമോ ആ എല്ലാ നിയമങ്ങളും ലംഘിക്കുക എന്നതാണ് തീരുമാനിച്ചത്. 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം. അതുപ്രകാരം സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത് 1930 മാർച്ച് മാസം 2-ാം തീയതി. പ്രധാന സമരം എന്ന് പറയുന്നത് ഉപ്പ് സത്യാഗ്രഹമായിരുന്നു. ആത്യന്തികമായി സിവിൽ നിയമലംഘന പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിൻവലിച്ചത് 1934 മാർച്ച് 5-ാം തീയതി. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നടന്ന ആദ്യ സമരമാണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാന സമരമാണ് ഉപ്പ് നിയമം ലംഘിച്ചുകൊണ്ടുള്ള ഉപ്പ് സത്യാഗ്രഹം. സബർമതി ആശ്രമം മുതൽ ദണ്ഡി കടപ്പുറം വരെ സമരഭടന്മാര് 385 കിലോമീറ്റർ അഥവാ 240 മൈൽ കാൽനടയായി സഞ്ചരിച്ചു. ജാഥ ആരംഭിച്ചത് 1930 മാർച്ച് മാസം 12-ാം തീയതി. തുടർന്ന് ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നത് 1930 ഏപ്രിൽ മാസം 5. ഉപ്പ് നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ മാസം 6-ാം തീയതി. സ്ത്രീകളെ സമരത്തിൽ പങ്കെടുപ്പിക്കണമെന്ന് ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സോഷ്യലിസ്റ്റ് പ്രവർത്തകയാണ്
കമലാദേവി സതോപതിയായ പേര് മറക്കരുത്. ഗാന്ധിജിയും 78 സമരഭടന്മാരുമാണ് ഈ ഉപ്പു സത്യാഗ്രഹത്തിൽ ദണ്ഡിക്കടപ്പുറത്ത് പങ്കെടുക്കുക. ആദ്യ നേതൃത്വം വഹിച്ചത് ഗാന്ധിജിയാണ്. ഗാന്ധിജി അറസ്റ്റ് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് അബ്ബാസ് തിയാബ്ജി സമരമേറ്റെടുത്തു. ഗുജറാത്ത് ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിത്വമാണ് അബ്ബാസ് തിയാബ്ജി. അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴെ തുടർന്ന് നേതൃത്വം ഏറ്റെടുത്തത് സരോജിനി നായിഡുവാണ്. അറസ്റ്റ് ചെയ്ത ഗാന്ധിജിയെ തടവിൽ പാർപ്പിച്ചത് പൂനെയിലെ എർവാദ ജയിലിൽ. സമരഭടന്മാരിൽ ആദ്യം അറസ്റ്റ് ചെയ്തത് സർദാർ വല്ലഭായ് പട്ടേലിനെയാണ്. സമരഭടന്മാരിൽ ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ട വനിത ആരെന്ന് ചോദിച്ചാൽ രുക്മിണി ലക്ഷ്മിപതിയുമാണ്. ആകെയുള്ള ഗാന്ധിജിയെ കൂടെയുള്ള 78 സമരഭടന്മാരിൽ 4 പേര് മലയാളികളാണ്. ആ 4 മലയാളികളുടെ പേര് പഠിക്കുന്നത് നല്ലതാണ്. ദണ്ഡിക്കടപ്പുറത്ത് ഗാന്ധിജിയോടൊപ്പം പങ്കെടുത്ത 78 സമരഭടന്മാരിൽ 4 പേർ മലയാളികളായിരുന്നു. നെയ്യാറ്റിൻകര സി കൃഷ്ണൻ, ഇദ്ദേഹത്തെയാണ് നമ്മൾ ഡൽഹി ഗാന്ധി എന്ന അപരനാമത്തിൽ വിളിക്കുക. നെയ്യാറ്റിൻകര സി കൃഷ്ണൻ അഥവാ സി കൃഷ്ണൻ നായർ എന്നാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പേര്. ഡൽഹി ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നതും ഇദ്ദേഹം തന്നെ. കോട്ടയം ടൈറ്റസ്, ഷൊർണൂർ രാഘവ പൊതുവാൾ, പിന്നെ മായങ്കര ശങ്കരൻ. നെയ്യാറ്റിൻകര സി കൃഷ്ണൻ, കോട്ടയം ടൈറ്റസ്, ഷൊർണൂർ രാഘവ പൊതുവാൾ, പിന്നെ മായങ്കര ശങ്കരൻ. ഉപ്പ് സത്യാഗ്രഹത്തില് സമരഭടന്മാർ നയിച്ച ജാഥയില് അവരുടെ ക്ഷീണം 385 കിലോമീറ്റർ സഞ്ചരിക്കുക, കാൽനടയായി സഞ്ചരിക്കുക എന്ന് പറയുന്നത് ദുർഘടമാണ് അല്ലെ. അതുകൊണ്ട് തന്നെ അവരുടെ ക്ഷീണം മറക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗാനം ആലപിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോയത്. ആലപിച്ച ഗാനം ഇതാണ്, രഘുപതി രാഘവ രാജാറാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. അപ്പോ ദണ്ഡിക്കടപ്പുറത്തേക്ക് ഉപ്പ് സത്യാഗ്രഹ ജാഥ വെച്ച് നടന്നപ്പോഴാ സമരഭടന്മാർ ആലപിച്ച ഗാനം ഇതാണ്, രഘുപതി രാഘവ രാജാറാം. രചന നിർവഹിച്ചത് ലക്ഷ്മണാചാര്യയും ഈണം നൽകിയത് വിഷ്ണു ദിഗംബർ പലുസ്കറുമാണ്. രഘുപതി രാഘവ രാജാറാമിന്റെ രചന നിർവഹിച്ചത് ലക്ഷ്മണാചാര്യ, ഈണം നൽകിയത് വിഷ്ണു ദിഗംബർ പലുസ്കർ. ഈണം നൽകിയ വിഷ്ണു ദിഗംബർ പലുസ്കറെ നിങ്ങൾക്കേറെ പരിചയമുണ്ടാകും. എന്നാൽ രചന നിർവഹിച്ച ലക്ഷ്മണാചാര്യയെ ചുരുക്കം ചിലർക്ക് അറിയില്ലായിരിക്കാം. അതുകൊണ്ട് ആ ഒരു വാക്ക് കൃത്യമായി പഠിച്ചു വെക്കണം. രഘുപതി രാഘവ രാജാറാം എന്ന പടയണി ഗാനം, ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പടയണി ഗാനം രചിച്ചത് ലക്ഷ്മണാചാര്യ, അതിന് ഈണം നൽകിയത് വിഷ്ണു ദിഗംബർ പലുസ്കറുമായിരുന്നു. ഉപ്പ് സത്യാഗ്രഹത്തെ വിശേഷിപ്പിച്ചവര് അല്ലെങ്കിൽ പരിഹസിച്ചവര് നമുക്ക് നോക്കാം. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്നാണ് ഇർവിൻ പ്രഭു വിശേഷിപ്പിച്ചത്. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് അത്രയും ചെറിയ സമരമാണ്. ഈ ചെറിയ സമരം കൊണ്ട് ബ്രിട്ടീഷുകാരെ പീഡിപ്പിക്കാൻ കഴിയില്ല എന്നൊരു കാഴ്ചപ്പാട്. മനസ്സിലായോ? ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ ആ സമയത്തെ വൈസ്രോയിയായിരുന്ന ഇർവിൻ പ്രഭു. കിൻഡർ ഗാർഡൻ സ്റ്റേജ് ഓഫ് റെവല്യൂഷൻ, കൊച്ചുകുട്ടികളുടെ വിപ്ലവം. കിൻഡർ ഗാർഡൻ സ്റ്റേജ് ഓഫ് റെവല്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത് ബ്രെയിൽസ്ഫോർഡ്. ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് വിശേഷിപ്പിച്ചത് മോത്തിലാൽ നെഹ്റു. അതായത് ശ്രീരാമൻ ലങ്ക കീഴടക്കുന്നതിന് വേണ്ടിയിട്ട് യാത്ര ചെയ്തു എന്ന അർത്ഥത്തിലാണ് ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് വിശേഷിപ്പിച്ചത് മോത്തിലാൽ നെഹ്റു. ഉപ്പ് പെട്ടെന്ന് നിഗൂഢമായ വാക്കായി മാറി എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു. ഉപ്പ് സത്യാഗ്രഹത്തെ ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് വിശേഷിപ്പിച്ചത് മോത്തിലാൽ നെഹ്റുവാണ്. ഉപ്പ് പെട്ടെന്ന് നിഗൂഢമായ വാക്കായി മാറി എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. ഉപ്പ് സത്യാഗ്രഹത്തിന്റെ വിശേഷണങ്ങള്. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ഇർവിൻ പ്രഭു. കിൻഡർ ഗാർഡൻ സ്റ്റേജ് ഓഫ് റെവല്യൂഷൻ എന്ന് വിളിച്ചത് ബ്രെയിൽസ്ഫോർഡ്. ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് വിളിച്ചത് മോത്തിലാൽ നെഹ്റു. ഉപ്പ് പെട്ടെന്ന് നിഗൂഢമായ വാക്കായി മാറി എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു. ക്ലിയർ ആണേ? ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. ഉപ്പ് സത്യാഗ്രഹത്തിന്റെ വിശേഷണങ്ങൾ അഥവാ പരിഹസിച്ചവര്. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് ഇർവിൻ പ്രഭു. കിൻഡർ ഗാർഡൻ സ്റ്റേജ് ഓഫ് റെവല്യൂഷൻ ബ്രെയിൽസ്ഫോർഡ്. ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള യാത്ര മോത്തിലാൽ നെഹ്റു. ഉപ്പ് പെട്ടെന്ന് നിഗൂഢമായ വാക്കായി മാറി ജവഹർലാൽ നെഹ്റു. എൽബയിൽ നിന്ന് പാരീസിലേക്കുള്ള നെപ്പോളിയന്റെ മടക്കയാത്ര എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. നമുക്കറിയാം, നമ്മള് നെപ്പോളിയനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലെ. നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് അവിടെ അറിയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. നെപ്പോളിയൻ ബോണപ്പാർട്ട് 1812 റഷ്യയുമായി യുദ്ധം ആരംഭിച്ചു. പക്ഷേ 1814 റഷ്യയോട് പരാജയപ്പെട്ടപ്പോൾ റഷ്യ ഫ്രാൻസിന്റെ ഭരണാധികാരിയെ നെപ്പോളിയനെ എൽബാ ദ്വീപിലേക്ക് നാടുകടത്തി. പക്ഷേ ആ പരാജയത്തിൽ അതേപടി ജീവിക്കാൻ ആര് തയ്യാറായില്ല?
പോരാട്ടത്തിന്റെ പ്രതീകമായ നെപ്പോളിയൻ തയ്യാറായില്ല. ഒളിവിലിരുന്നു കൊണ്ട് സൈന്യത്തെ ഏകീകരിച്ചുകൊണ്ട് അതിശക്തമായി അദ്ദേഹം പാരീസിലേക്ക് തിരിച്ചു വരികയും ഫ്രാൻസിന്റെ അധികാരം ഏറ്റെടുക്കുകയും ചെയ്തു. എൽബ എന്ന് പറയുന്നത് നെപ്പോളിയന്റെ തിരിച്ചുവരവിന്റെ ഒരു കഥയാണ്. അതുപോലെ നിസ്സഹകരണ പ്രസ്ഥാനം ശൗര്യചൗര സംഭവത്തെ തുടർന്ന് പിൻവലിച്ചെങ്കിലും നിയമലംഘന പ്രസ്ഥാനത്തിലൂടെ അതിശക്തമായി ദേശീയ പ്രസ്ഥാനം തിരിച്ചു വന്നു എന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് സുഭാഷ് ചന്ദ്രബോസിനെ വിളിക്കുക എൽബയിൽ നിന്ന് പാരീസിലേക്കുള്ള നെപ്പോളിയന്റെ മടക്കയാത്ര. മോസസിന്റെ ഇസ്രായേലിലേക്കുള്ള പലായനം എന്ന് വിശേഷിപ്പിച്ചത് പീസുറോയി ആയിരുന്നു. ക്രിസ്തുമത വിശ്വാസമനുസരിച്ച് മോശ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. അതുപോലെ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട്, ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് മോചനം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമായിട്ടാണ് പി.സി. റോയി ഉപ്പ് സത്യാഗ്രഹത്തെ, നിയമലംഘന പ്രസ്ഥാനത്തെ വിശേഷിപ്പിക്കുക. മനസ്സിലായോ? അപ്പൊ എൽബയിൽ നിന്ന് പാരീസിലേക്കുള്ള മടക്കയാത്ര എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ്, മോസസിന്റെ ഇസ്രയേലിലേക്കുള്ള പലായനം എന്ന് വിളിച്ചത് പി.സി. റോയി. ഒന്നുകൂടെ നമുക്ക് വിശേഷിച്ച് നോക്കാം. ചായക്കൊപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിളിച്ചത് ആരാ? ഇർവിൻ ബ്രൂഫാണ്. കിൻഡർ ഗാർഡൻ സ്റ്റേജ് ഓഫ് റെവല്യൂഷൻ എന്ന് വിളിച്ചത് ബ്രെയിൽസ്ഫോർഡ് ആണ്. ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് വിളിച്ചത് മോത്തിലാൽ നെഹ്റു. ഉപ്പ് പെട്ടെന്ന് നിഗൂഢമായ വാക്കായി മാറിയെന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു. എൽബയിൽ നിന്ന് പാരീസിലേക്കുള്ള നെപ്പോളിയന്റെ മടക്കയാത്ര എന്ന് വിളിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. മോസസിന്റെ ഇസ്രയേലിലേക്കുള്ള പലായനം എന്ന് വിളിച്ചത് പി.സി. റോയി. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഗുജറാത്തിലെ ദണ്ഡിക്കടപ്പുറത്ത് നടന്ന ഈ ഉപ്പ് സത്യാഗ്രഹം ഇന്ത്യയിലെ മറ്റു പല പ്രദേശങ്ങളിലേക്കും വ്യാപിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ പ്രധാന പ്രവർത്തകര് അത്തരം ഉപ്പ് സത്യാഗ്രഹങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. വിവിധ ഏറ്റവും പ്രധാനപ്പെട്ട ഉപ്പ് സത്യാഗ്രഹ വേദികളും അവിടെ ഉപ്പ് സത്യാഗ്രഹം നയിച്ച നേതാക്കളെയും നമുക്കിന്ന് പരിചയപ്പെടാം. ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ മാത്രമാണ് നമ്മളിവിടെ പറയുക. ഇതുകൂടാതെ ഒട്ടനവധി ഭൂപ്രദേശങ്ങളിലുണ്ട് കേട്ടോ. തമിഴ്നാട്ടില് സി രാജഗോപാലാചാരി, തിരുച്ചിറാപ്പള്ളിയില് വേദാരണ്യത്ത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വേദാരണ്യം ഗാന്ധി എന്നാണ് വിശേഷിപ്പിക്കുക. കേരളത്തിലെ പയ്യന്നൂരില് കെ കേളപ്പൻ. കെ കേളപ്പനെ കേരള ഗാന്ധി എന്ന് വിളിക്കുന്നു. കാരണം ഗാന്ധിജി നയിച്ച ഉപ്പ് സത്യാഗ്രഹത്തിന്റെ മാതൃകയില കേരളത്തിൽ നയിച്ചതുകൊണ്ട്. കേരളത്തിൽ തന്നെ കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹ്മാനും പി കൃഷ്ണപിള്ളയും. മുഹമ്മദ് അബ്ദുറഹ്മാനും പി കൃഷ്ണപിള്ളയും. ഓക്കെ. അപ്പൊ തമിഴ്നാട്ടിലെ സി രാജഗോപാലാചാരി, തിരുച്ചിറാപ്പള്ളിയിലെ വേദാരണ്യത്ത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വേദാരണ്യം ഗാന്ധി എന്ന് വിശേഷിപ്പിക്കുന്നു. കേരളത്തിലെ പയ്യന്നൂരില് കെ കേളപ്പനാണ്. അതുകൊണ്ട് കെ കേളപ്പനെ കേരള ഗാന്ധി എന്ന് വിശേഷിപ്പിക്കുന്നു. കേരളത്തിലെ കോഴിക്കോട് മുഹമ്മദ് അബ്ദുറഹ്മാനും സാഹിബും, കൂടാതെ പി കൃഷ്ണപിള്ളയും. പെഷവാറിലും കൂടാതെ വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യകളിലും അതിർത്തി ഗാന്ധി എന്ന് വിശേഷിപ്പിക്കുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് പെഷവാറിലും വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യകളിലും ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ഒറീസയിലെ, ഇന്നത്തെ ഒഡീഷയിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഗോപബന്ധു ചൗധരി. നാഗാലാൻഡിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് റാണി ഗെയ്ഡിൻലു ആണ്. റാണി ഗെയ്ഡിൻലുവിന് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകുമ്പോൾ കേവലം 13 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് ജവഹർലാൽ നെഹ്റു റാണി ഗെയ്ഡിൻലുവിനെ നാഗന്മാരുടെ റാണി എന്ന് വിശേഷിപ്പിച്ചു. അപ്പൊ ഓർമ്മിക്കാം, പെഷവാറിലും വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യകളിലും ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അതുകൊണ്ട് അദ്ദേഹത്തെ അതിർത്തി ഗാന്ധി എന്ന് വിശേഷിപ്പിക്കുന്നു. ഒറീസയിലെ നേതൃത്വം നൽകിയത് ഗോപബന്ധു ചൗധരി. നാഗാലാൻഡിലാകട്ടെ റാണി ഗെയ്ഡിൻലുവും. റാണി ഗെയ്ഡിൻലു ഉപ്പ് സത്യാഗ്രഹം നയിച്ചത് കേവലം 13-ാമത്തെ വയസ്സിൽ. റാണി ഗെയ്ഡിൻലുവിനെ നാഗന്മാരുടെ റാണി എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവുമാണ്. ഓക്കെ അല്ലേ? അപ്പൊ പ്രധാനപ്പെട്ട പ്രദേശങ്ങളും നേതാക്കന്മാരും ഒന്നുകൂടെ നമുക്ക് ദൃശ്യം ഉറപ്പിക്കാം. ഉപ്പ് സത്യാഗ്രഹ വേദികളും നേതാക്കളും. തമിഴ്നാട്ടിലെ സി രാജഗോപാലാചാരി, തിരുച്ചിറാപ്പള്ളിയിലെ വേദാരണ്യത്ത്. വിശേഷണം വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്നു. പയ്യന്നൂരിലെ കെ കേളപ്പൻ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നു. കോഴിക്കോട് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, കൂടാതെ പി കൃഷ്ണപിള്ള. ഇല്ല, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് കേരളത്തിന്റെ സുഭാഷ് ചന്ദ്രബോസ് എന്നും, കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നും, കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നും, കേരള ഭഗത് സിംഗ് എന്നും അറിയപ്പെടുന്ന വ്യക്തിയാണ്. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നും കേരള ഭഗത് സിംഗ് എന്നും അറിയപ്പെടുന്ന വ്യക്തിത്വമാണ്. നവോത്ഥാന നായകനും രാഷ്ട്രീയ പ്രവർത്തകനുമാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ദേശീയ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനായിട്ട് 1924 ആരംഭിച്ച പത്രമായിരുന്നു അൽ അമീൻ. PSS ചോദിക്കാറുണ്ട് കേട്ടോ.
കേരള ചരിത്രത്തിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യമാണ്. ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചെന്ന് മാത്രം. അപ്പോൾ കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും പി കൃഷ്ണപിള്ളയുമാണ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നും കേരള ഭഗത് സിംഗ് എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. 1924 ദേശീയ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനായിട്ട് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് തുടക്കം കുറിച്ച പത്രമായിരുന്നു എന്താ അല്ലമീൻ. അല്ലമീൻ പത്രം ആരംഭിച്ചത് PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, മറന്നുപോകല്ലേ. പിന്നെ പറയുന്നു മറ്റ് പ്രധാനപ്പെട്ട സ്ഥലങ്ങള് വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയിലും പെഷവാറിലും ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ അതിർത്തി ഗാന്ധി എന്നാണ് വിശേഷിപ്പിക്കുക. ഒറീസയിലെ നേതൃത്വം നൽകിയത് ഗോപബന്ധു ചൗധരി. നാഗാലാൻഡിലാകട്ടെ റാണി ഗേഡിലു. 13ാമത്തെ വയസ്സിലാണ് റാണി ഗേഡിലു ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുക. അതുകൊണ്ട് തന്നെ റാണി ഗേഡിലുവിനെ നാഗന്മാരുടെ റാണി എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. ക്ലിയർ ആണ്. അപ്പോ നമ്മൾ ഇന്നേ ദിവസം നിയമലംഘന പ്രസ്ഥാനവും അതിന്റെ ഭാഗമായി നടന്ന പ്രധാന സത്യാഗ്രഹമായ ഉപ്പ് സത്യാഗ്രഹവുമാണ് നമ്മൾ പഠിച്ചുറപ്പിച്ചത്. ഒന്ന് റിവിഷൻ ഉറപ്പിച്ചാലോ. ദീപാവലി പ്രഖ്യാപനം 1929 പ്രഖ്യാപിച്ചത് ഇർവിൻ ബ്രൂക്കുമാണ്. ഉള്ളടക്കം ഇന്ത്യക്ക് പുത്രിക രാജ്യ പദവി നൽകും. ഈ ഒരു ദീപാവലി പ്രഖ്യാപനത്തെ എതിർത്തുകൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ട് ഇന്റർനാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തി, അഥവാ പൂർണ്ണ സ്വരാജ് ആവശ്യപ്പെട്ടു. 1929 ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം ലാഹോറിൽ വെച്ച് നടന്നപ്പോൾ അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു തന്നെ. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ രണ്ടാമത്തെ അഖിലേന്ത്യാ സമരമാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം. ലക്ഷ്യം ജനവിരുദ്ധമായ ബ്രിട്ടീഷ് നിയമങ്ങൾ ലംഘിക്കുക. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചത് 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനത്തിലാണ്. ആരംഭിച്ചതാകട്ടെ 1930 മാർച്ച് മാസം 2-ാം തീയതി. അതിന്റെ ഭാഗമായി നടന്ന പ്രധാന സമരമാണ് ഉപ്പ് സത്യാഗ്രഹം. ഈ കാലഘട്ടത്ത് വട്ടമേശ സമ്മേളനം വിളിച്ചു ചേർക്കുകയും 1-ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാത്തത് കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും ഗാന്ധിജിയെയും പങ്കെടുപ്പിക്കുവാനായിട്ട് ഇർവിൻ പ്രഭു ഗാന്ധിജിയുമായി ഗാന്ധി ഇർവിൻ ഉടമ്പടി അഥവാ ഡൽഹി ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. ഡൽഹി ഉടമ്പടി അല്ലെങ്കിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടി പ്രകാരം താൽക്കാലികമായി സിവിൽ നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കപ്പെട്ടുവെങ്കിലും നമ്മുടെ വട്ടമേശ സമ്മേളനത്തിന്റെ പരാജയത്തെ തുടർന്ന് 1932 ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനം പുനരാരംഭിച്ചു. ഒടുവിൽ ആത്യന്തികമായി പിൻവലിച്ചത് 1934 മാർച്ച് മാസം 5-ാം തീയതി. വട്ടമേശ സമ്മേളന കാലഘട്ടത്ത് താൽക്കാലികമായി സിവിൽ നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ചതും പുനരാരംഭിച്ചതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുറപ്പിച്ചിരുന്നു. നിങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ അല്ലേ? പിന്നെ പറയുന്നു ഉപ്പ് സത്യാഗ്രഹത്തിലേക്ക്. ഉപ്പ് സത്യാഗ്രഹ ജാഥ സംഘടിപ്പിച്ചത് സബർമതി ആശ്രമം മുതൽ ദണ്ഡി കടപ്പുറം വരെ 385 കിലോമീറ്റർ അഥവാ 240 മൈൽ. ഇതിലേതെങ്കിലും ഒന്നാണ് PSC ചോദിക്കുക. കിലോമീറ്ററിലാണ് ചോദിക്കുന്നത് 385. എത്ര മൈൽ എന്നാണ് ചോദിക്കുന്നത് 240. കേട്ടോ. നദികളുടെ ദൂരം ഇതുപോലെ യൂണിറ്റ് വ്യത്യസ്തപ്പെടുത്തി PSC ചോദിക്കാറുണ്ട്. കൃത്യമായിട്ട് ആൻസർ ചെയ്യുക. ഉപ്പ് സത്യാഗ്രഹ ജാഥ ആരംഭിച്ചത് 1930 മാർച്ച് മാസം 12-ാം തീയതി. ദണ്ഡിക്കടപ്പുറത്ത് ഈ സത്യാഗ്രഹ ജാഥ എത്തിച്ചേർന്നത് 1930 ഏപ്രിൽ മാസം 5-ാം തീയതിയായിരുന്നു. തുടർന്ന് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പ് നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ 6. സ്ത്രീകളെ സമരത്തിൽ പങ്കെടുപ്പിക്കണമെന്ന് ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സോഷ്യലിസ്റ്റ് പ്രവർത്തകയാണ് കമലാദേവി ചതോപാധ്യായ. ഗാന്ധിജിയും മറ്റ് 78 സമരഭടന്മാരും ഈ ഗുജറാത്തിലെ ദണ്ഡിക്കടപ്പുറത്ത് നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഗാന്ധിജിയായിരുന്നു. ബ്രിട്ടീഷുകാർ ഗാന്ധിജി അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ രണ്ടാമത് നേതൃത്വം വെച്ചത് അബ്ബാസ് തിയാബ്ജി. അബ്ബാസ് തിയാബ്ജി നമ്മൾ ഗുജറാത്ത് ഗാന്ധി എന്നാണ് വിശേഷിപ്പിക്കുക കേട്ടോ. അബ്ബാസ് തിയാബ്ജിയും പോലീസ് അറസ്റ്റ് ചെയ്തു. തുടർന്ന് നേതൃത്വം നൽകിയത് സരോജിനി നായിഡു. ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കിയത് ഇവിടെ പൂനെയിലെ ഏർവാദ ജയിലിലും. സമരഭടന്മാരിൽ ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ടത് സർദാർ വല്ലഭായ് പട്ടേലാണ്. സമരഭടന്മാരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആദ്യ വനിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രുക്മിണി ലക്ഷ്മിപതിയും. സമരഭടന്മാരിൽ 78 പേരിൽ 4 പേർ മലയാളികളായിരുന്നു. നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണൻ, അദ്ദേഹം ഡൽഹി ഗാന്ധി എന്നാണ് അറിയപ്പെടുക. കോട്ടയം ടൈറ്റസ്, ഷൊർണൂർ രാഘവ പൊതുവാൾ, പിന്നെ മായങ്കര ശങ്കരൻ എന്നിവർ. ദണ്ഡി കടപ്പുറത്തേക്ക് നയിച്ച ജാഥയില് സമരഭടന്മാർ ആലപിച്ച പടയണി ഗാനം അല്ലെങ്കിൽ ഗാനമാണ് രഘുപതി രാഘവ രാജാറാം. അതിന്റെ രചന നിർവഹിച്ചത് ലക്ഷ്മണാചാര്യ. ഈണം നൽകിയത് വിഷ്ണു ദിഗംബർ പലുസ്കറുമാണ്. ഉപ്പ് സത്യാഗ്രഹത്തിന്റെ വിശേഷണങ്ങൾ നമുക്ക് നോക്കാം. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ഇർവിൻ ബ്രൂക്കുമാണ്. കിൻഡ് ഗാർഡൻ സ്റ്റേജ് ഓഫ് റെവല്യൂഷൻ എന്ന് വിളിച്ചത് ബ്രെയിൽസ്ഫോർഡ്. ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് വിശേഷിപ്പിച്ചത് മോത്തിലാൽ നെഹ്റു. ഉപ്പ് പെട്ടെന്ന് നിഗൂഢമായ വാക്കായി മാറി എന്ന് പറഞ്ഞത്
ജവഹർലാൽ നെഹ്റു. എൽബയിൽ നിന്നും പാരീസിലേക്കുള്ള നെപ്പോളിയന്റെ മടക്കയാത്ര എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. മോസസിന്റെ ഇസ്രയേലിലേക്കുള്ള പലായനം എന്ന് വിശേഷിപ്പിച്ചത് പ്രഫുല്ല ചന്ദ്ര റോയ്. ഉപ്പ് സത്യാഗ്രഹ വേദികളും പ്രധാന നേതാക്കളും. തമിഴ്നാട്ടിലെ സി രാജഗോപാലാചാര്യ തിരുച്ചിറപ്പള്ളി വേദാരണ്യം, അതുകൊണ്ട് അദ്ദേഹത്തെ വേദാരണ്യം ഗാന്ധി എന്ന് വിളിക്കുന്നു. പയ്യന്നൂരില കെ കേളപ്പൻ, അദ്ദേഹത്തെ കേരള ഗാന്ധി എന്ന് വിളിക്കുന്നു. കോഴിക്കോട് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും പി കൃഷ്ണപിള്ളയും. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നും കേരള ഭഗത് സിംഗ് എന്നും അറിയപ്പെടുക. ദേശീയ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനായിട്ട് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ആരംഭിച്ച പത്രമായിരുന്നു അൽ അമീൻ. അൽ അമീൻ എന്ന പത്രം ആരംഭിച്ചത് 1924. പെഷവാറിലും വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യകളിലും ഉപ്പ് സത്യാഗ്രഹം നയിച്ചത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. അദ്ദേഹത്തെ അതിർത്തി ഗാന്ധി എന്ന് വിശേഷിപ്പിക്കുന്നു. ഒറീസയില് ഗോപബന്ധു ചൗധരി, നാഗാലാൻഡില് റാണി ഗെയ്ഡിൻലു. റാണി ഗെയ്ഡിൻലു 13ാമത്തെ വയസ്സിലാണ് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുക. നാഗന്മാരുടെ റാണി എന്ന റാണി ഗെയ്ഡിൻലുവിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനവും അതിന്റെ ഭാഗമായി പ്രധാന സമരമായ ഉപ്പ് സത്യാഗ്രഹവും നമ്മളിവിടെ പഠിച്ചുറപ്പിച്ചു കഴിഞ്ഞു. പ്രിയ വിദ്യാർത്ഥികളെ, ഇത്രയും കൃത്യമായി പഠിച്ച് മുന്നോട്ട് പോവുക, കൃത്യമായി റിവിഷൻ ചെയ്ത് മുന്നോട്ട് പോവുക. ദേശീയ പ്രസ്ഥാനത്തിലെ മറ്റു പ്രധാന സംഭവങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ എത്തിച്ചേരും.